തുവൂരിലാണ് യുവാവിന്റെ പരാക്രമം ഉണ്ടായിട്ടുള്ളത്. പഞ്ചായത്ത് ഓഫീസ് പെട്രോൾ ഒഴിച്ചുകൊണ്ട് കത്തിക്കാനൊക്കെ ശ്രമിക്കുകയായിരുന്നു യുവാവ്. കരുവാരക്കുണ്ട് തരിശ് സ്വദേശിയായ വെമ്മുള്ളി മജീദാണ് പഞ്ചായത്ത് ഓഫീസിലെത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. മജീദിന്റെ മാമ്പുഴയിലെ വാണിജ്യ കെട്ടിടത്തിന് അനുമതി നൽകിയില്ല പഞ്ചായത്ത് എന്ന കാരണം പറഞ്ഞായിരുന്നു ഈ പഞ്ചായത്ത് ഓഫീസിലേക്ക് മജീദ് എത്തുകയും പെട്രോൾ ഒഴിച്ചുകൊണ്ടുള്ള ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തത്. അവിടെയുള്ള ചില ജീവനക്കാരോട് കത്തികാട്ടി ഭീഷണിപ്പെടുത്തുക വരെ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അപാകതകൾ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മജീദിന് നോട്ടീസ് നൽകിയിരുന്നു. മജീദ് നൽകിയ അപേക്ഷയിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പോരായ്മകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റി നൽകണമെന്ന് പഞ്ചായത്ത് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് പഞ്ചായത്ത് ഇക്കാര്യത്തിൽ ഈ വിഷയത്തിൽ നൽകുന്ന വിശദീകരണം. പക്ഷേ അതിനുശേഷം ഒരു മറുപടിയും മജീദിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്നാണ് പഞ്ചായത്ത് പറയുന്നത്. എന്തായാലും ഇപ്പോൾ പോലീസ് ഇടപെട്ടിട്ടുണ്ട്. മജീദുമായി സംസാരിച്ചുകൊണ്ട് അദ്ദേഹം ഇതിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും നാളായിട്ടും അദ്ദേഹത്തിന്റെ വാണിജ്യ കെട്ടിടത്തിന് അനുമതി നൽകാത്തത് എന്നാണ് മജീദ് ചോദിക്കുന്നത്. അപ്പോൾ അത് മനഃപൂർവ്വം ഈ അനുമതി വൈകിപ്പിക്കുകയാണ്. ഏറെ നാൾ പ്രവാസിയായിരുന്നു, വിദേശത്തായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ ചെലവഴിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു വാണിജ്യ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. എന്നിട്ടും അനുമതി നൽകുന്നില്ല. അപ്പോൾ തന്റെ വയ്യാത്ത മകനെ ചികിത്സിക്കാൻ പോലും തന്റെ കയ്യിൽ പണമില്ലാത്ത അവസ്ഥയാണ് എന്ന സങ്കടങ്ങൾ, പരാതികളൊക്കെ മജീദ് ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പോലീസ് അവിടെ എത്തിയിട്ടുണ്ട്, മജീദുമായി സംസാരിക്കുകയാണ്. അതുപോലെ തന്നെ അധികൃതരുമായും സംസാരിക്കുന്നുണ്ട്. ഇതിൽ ഇടപെട്ട ഒരു പരിഹാരം കണ്ടെത്താം എന്ന ഉറപ്പ് പോലീസിൽ നിന്ന് മജീദിന് ലഭിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹം ഇതിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടുള്ളത്. ജംഷീർ കൊടിഞ്ഞ് തുടരുന്നുണ്ട്. ജംഷീർ, ഇപ്പോഴും മജീദ് അവിടെ പഞ്ചായത്ത് ഓഫീസിൽ തന്നെ തുടരുകയാണോ? അവിടെ അധികൃതരുമായൊക്കെ സംസാരിക്കുകയാണോ ഈ വിഷയത്തിൽ? ദിവ്യ, ഇദ്ദേഹത്തെ ഇപ്പോൾ അവിടുന്ന് പോലീസ് കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ടിരുന്നു, പക്ഷേ ബന്ധപ്പെട്ടെങ്കിൽ അവർ സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആളുകൾ ഇദ്ദേഹത്തെ അവിടെ ഇയാൾ പ്രകോപിതരായതുകൊണ്ട് തന്നെ കെട്ടിയിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഇദ്ദേഹം കരുവാരക്കുണ്ട് സ്വദേശിയാണ്. ഈ തുവൂർ പഞ്ചായത്തല്ല, കരുവാരക്കുണ്ടാണ് ഇദ്ദേഹത്തിന്റെ സ്വദേശം. ഈ തുവൂരിലാണ് ഇദ്ദേഹം ഈ സ്ഥലം വാങ്ങി ഈ വസ്തു നിർമ്മിക്കുന്നത്. അതുകൊണ്ടാണ് ഈ തുവൂർ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഇയാൾ ഈ പഞ്ചായത്തിൽ എത്തിയത് എന്നുള്ളതാണ്. ഏതായാലും കരുവാരക്കുണ്ട് പോലീസിനെ നാട്ടുകാർ വിവരം അറിയിക്കുകയും പിന്നീട് പോലീസ് എത്തിയാണ് ഇദ്ദേഹത്തെ അവിടുന്ന് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം. നമ്മൾ പോലീസിനെ ബന്ധപ്പെട്ടിരുന്നു, പക്ഷേ പോലീസ് കോൾ അറ്റൻഡ് ചെയ്തിട്ട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല, സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി എന്താണ് തുടർ നടപടികൾ എന്നുള്ളത് നമുക്ക് പോലീസിൽ നിന്നാണ് അറിയേണ്ടത്. പോലീസ് ഇദ്ദേഹത്തെ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. ജംഷീർ, ഇയാൾക്കെതിരെ അക്കാര്യവും നമുക്ക് അറിയേണ്ടതുണ്ട്. നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള കേസെടുത്തിട്ടുണ്ടോ എന്ന കാര്യം അറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഒരു പഞ്ചായത്ത് ഓഫീസാണ്. പഞ്ചായത്ത് ഓഫീസിൽ ഇദ്ദേഹം പെട്രോൾ ഒഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ നാട്ടുകാരിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. പിന്നീട് നാട്ടുകാരെല്ലാം വന്ന് ഇദ്ദേഹത്തെ പിടിച്ചു വെക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇദ്ദേഹം ഈ പെട്രോൾ ഒഴിച്ച് കത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പെട്രോൾ ഒഴിച്ചിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് കത്തി വീശുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഒരു ഓഫീസിൽ വന്ന അതിക്രമം കാണിച്ചതുമായി ബന്ധപ്പെട്ട് പക്ഷേ ഇദ്ദേഹത്തിനെതിരെ പോലീസ് കേസെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഏതായാലും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിനെ ബന്ധപ്പെടുന്നുണ്ട്. കേസെടുത്തിട്ടുണ്ടെന്ന കാര്യം തന്നെ അല്പസമയത്തിനകം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്.